കനക ആന്റി അല്ല നാടൻ കോഴി എന്നൊക്കെ പറയുമ്പോ എന്തായാലും ഏകദേശം ഒരു 300-400 ആവൂലേ? அதுக்கு என்ன அப்பா வந்து 1000 ரூபாய் வீசி இருக்காரு அதனால நம்ம வாங்கலாமே 1000 രൂപയുണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് ഐസ്ക്രീമും കൂടെ കഴിക്കാം. ഒരു ഫലൂഡ സാപ്പിടലാമോ? ഫലൂഡയാ? മേടിച്ചേട്ടാ. അപ്പൂപ്പനെ മറ്റേ വെള്ളക്കോഴി കഴിക്കൂല, നാടൻ കോഴി കഴിക്കത്തുള്ളൂ. വെള്ളക്കോഴിனா என்ன? ബ്രോയിലർ കോഴി ഇല്ലേ? ഓ എന്നോട് അപ്പാവും அப்படிதான் നാടൻ കോഴി மட்டும்தான் சாப்பிடுவாரு. ആണോ? ഈ കൊച്ചി ഇവിടെ നിന്ന് ഇതുവരെ പോയില്ലേ? കേശു ഇവിടെ വല്ല കാന്തവും വെച്ചിട്ടുണ്ടോ? വഴി കൂടെ പോണ പെമ്പിളേര് മൊത്തം ഇങ്ങോട്ടാണല്ലോ തന്നെ. വെച്ച മാതിരി தான் எனக்கு தெரியுது. ഹായ്. ഹായ് ചേച്ചി. ഹായ് ആന്റി. ഹായ്. പിറവത്തെ അമ്മയുടെ വീട്ടിൽ നിന്ന് എപ്പോ എത്തി? ഞാൻ രാവിലെ എത്തി. നിങ്ങളെപ്പെത്തി? ഞങ്ങളിന്ന് രാത്രി എത്തി. ഞാൻ ഇന്ന് പോവും. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. അല്ല ഇന്നലെ നമ്മളെല്ലാരെയും കണ്ടതാണല്ലോ. എന്നാലും ഒന്നുകൂടെ കാണാൻ തോന്നി. കേസു ഇങ്ങ ഇല്ലേ? അവൻ ക്യാമ്പൊക്കെ പോയിരിക്കാ. അത് ഞാൻ അറിഞ്ഞായിരുന്നു. പക്ഷെ അപ്പൂപ്പനും അമ്മൂമ്മയില്ലേ, അവരെ ഒന്ന് കാണാന്ന് വിചാരിച്ചു. പാറു അകത്തുണ്ട്. പാർക്കുട്ടീനെ ഒന്ന് കാണണം. കൊള്ളാം. എന്തായാലും ഓരോരോ കാരണമൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ഹരിത ചേച്ചി. ഹായ് പാറു. ഞാൻ ഇന്ന് ആരെങ്കിലും ഒക്കെ പ്രതീക്ഷിച്ചു. നിങ്ങളെന്താ പോയില്ലേ? എടി പോവാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോഴാണ് ആയുർവേദ കൊച്ചിനെ കണ്ട്. അവന് പെട്ടെന്ന് പോ. അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനും വിശക്കും. നീ എപ്പോ ചിക്കൻ വാങ്ങിച്ച് കറി വെക്കാനാ? അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും വിശക്കൂന്നോ? അല്ല നിന്റെ കൊതി കാരണോ? അല്ല ശരി. എന്നാ പിന്നെ നമുക്ക് പോയിട്ട് വരാല്ലേ? പോലാം. നിങ്ങൾ ചിക്കൻ മേടിക്കാൻ പോവാണോ? നല്ല നാടൻ കോഴി. നാടൻ കോഴിയോ? നാടൻ കോഴി മേടിക്കുമ്പോ ശ്രദ്ധിക്കണം. എന്താ? നാടൻ കോഴി എന്ന് പറഞ്ഞ് തരുന്നപ്പോ ഗിരിരാജനാണ്. ഗിരിരാജന്? നാടൻ കോഴിക്ക് അധികം വെയിറ്റ് ഉണ്ടാവില്ല, പക്ഷെ ഗിരിരാജന് നല്ല വെയിറ്റ് ആയിരിക്കും. അപ്പൊ ഗിരിരാജൻ നാടൻ കോഴി അല്ലേ? അല്ലേ ചേച്ചി, ഗിരിരാജൻ നാടൻ കോഴി അല്ല. அப்படின்னா ഗിരിരാജൻ എങ്ങൾക്ക് വേണ്ട. എങ്ങൾക്ക് നാടൻ കോഴി மட்டும்தான் വേണം. ദേ വരുന്നൊരു ബ്രോയിലർ കോഴി. അലീന ഫ്രാൻസിസാ. ഞാൻ പറഞ്ഞില്ലേ ആന്റി, കേശു ഇവിടെ എവിടെയോ കാന്തം വെച്ചിട്ടുണ്ട്. ഇപ്പൊ എനക്ക് നമ്പിക്കയായിരിക്ക് കാന്തം ഇരിക്ക്. ചേച്ചി, ഈ കൊച്ചിനെന്താ രാവിലെ തന്നെ അവിടെ കാര്യം? തനിക്കെന്താ രാവിലെ ഇവിടെ കാര്യം? ഇവളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? അതിപ്പോ താനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറില്ലേ? ഇവള് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ ഷിഫ്റ്റ് ആയാ? താൻ തന്റെ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയാ? ഇല്ല. അവ അവളോട് കസിനോട് വീട്ടിലെ തങ്കറ. കസിനാ? അങ്ങനെ കസിൻ ശരിക്കുണ്ടോ? ഇருக்கு. ഉണ്ടോ? ഇருக்கு തന്നെ சொன்னா. നമ്പലാണ്ടാ? ആന്റി, സാറു, ചേച്ചി, ഹായ്. വീട്ടിലിരുന്ന് ബോറടിക്കായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടൊന്ന് വരാം. നന്നായി. ചെറുവത്ത് നിന്ന ആള് വലിഞ്ഞു കയറി വാഴക്കാലെത്തിയാ? ചേച്ചി, നിങ്ങൾ മാർക്കറ്റിൽ പോവല്ലേ? അതെ. എന്നാ ഞാൻ കൂടി വരാം. ഞാൻ മേടിച്ച രംഗ നാടൻ കോഴീനെ. എന്റെ വീട്ടില് കോഴികളൊക്കെ ഉണ്ട്. വീട്ടിലെ കോഴിയൊക്കെ പറമ്പിൽ കൂടെ തന്നെ ഓടി കിടന്നോട്ടെ. അതല്ല, നല്ല ഇന നാടൻ കോഴീനെ ഞാൻ നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് തരാം. ഓ അങ്ങനെ. ചേച്ചി, നിങ്ങൾ പുറത്തു പോവാ? നല്ല നാടൻ കോഴി മേടിക്കാൻ മാർക്കറ്റ് വരെ. എന്നാ ഞാനും വരട്ടെ. എവിടെ? മാർക്കറ്റില്. അവിടെ മീനിന്റെ വെള്ളവും മണമൊക്കെ ആയിരിക്കും. താൻ അവിടെ പോയിട്ട് ഛർദ്ദിക്കാൻ വരുന്നൊന്നും പറയരുത്. ഹലോ, ഞാനും മാർക്കറ്റ് പോവാറുണ്ട് കേട്ടോ. അത് വലിയ ഹൈപ്പർ മാർക്കറ്റ് അല്ലേ? ഞങ്ങൾ സാധാരണക്കാർ പോണ ചന്തയാണ്. ഈ ചന്തയിൽ ഞാനും ചോദിച്ചേട്ടും കൂടെ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയുവാണെങ്കിലേ ചന്തയിലേക്ക് ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് വരാം. നിങ്ങൾ ഇവിടെ നിൽക്ക്. അതാകുമ്പോഴത്തേക്കും മുഖത്തോട് മുഖം നോക്കി നിങ്ങൾക്ക് സംസാരിക്കാമല്ലോ. ചേച്ചി, ഇവിടെ ചില മുഖങ്ങൾ കാണേക്കാളും ഭേദം മാർക്കറ്റിൽ ചില ചത്ത മീനുകളെ മുഖം കാണുന്നതാ. അതെന്താ? മാർക്കറ്റിലെ ചത്ത മീൻ തന്നെ നോക്കി ചിരിക്കൂ? ഇല്ല. അത്രയും വേണോ? എന്നാ ചേച്ചി നിങ്ങൾ മാർക്കറ്റിൽ പോയി വാ. ഉള്ളിൽ അമ്മൂമ്മയും അപ്പൂപ്പനുണ്ടല്ലോ, ഞാൻ അവരുടെ ഒപ്പം ഇരുന്നോളാം. ഓക്കെ. പോവാം. പോലാം. ഞാൻ വരുന്നില്ല. ഇനി ഞാൻ വരുന്നില്ല. ഓ, ഇനി ഞാൻ വരുന്നില്ലെന്ന്.
അല്ല ഹരിത, എനിക്കേ ഈ നാടനും ഗിരിരാജനും കൂടി നോക്കി മേടിക്കാൻ അറിയാൻ പാടില്ല, മാറിപ്പോവും. ആ എനിക്കിടയ്ക്ക് നാടിനും ഗിരിരാജനൊക്കെ മാറിപ്പോവും. അല്ല പക്ഷെ എന്നെക്കാളും നന്നായിട്ട് നോക്കി മേടിക്കാൻ അറിയാവുന്നത് എനിക്കാണല്ലോ. ഞാൻ വരുന്നില്ല ചേച്ചി. താൻ വരുന്നുണ്ട്. ഞാൻ വരുന്നില്ല. ഞാൻ അപ്പൂപ്പേന്റെയും അമ്മൂമ്മേന്റെയും കൂടി ഇരുന്നോളാം. അമ്മമ്മക്ക് എവിടെയുണ്ട്? നമുക്ക് വരുമ്പോ കാണാം. ഞാൻ വരുന്നില്ല. പാവ ഹരിത ചേച്ചി തേഞ്ഞ്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.